യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന ഭാഗത്തു നിന്നും സാധാരണ ചോദിക്കാറുള്ളത് ബേസിക് ലെവലിലുള്ള ചോദ്യങ്ങൾ മാത്രമാണ്. പക്ഷേ ഡിഗ്രി ലെവലിലേക്കൊക്കെ നമ്മൾ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിലുള്ള ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്നും വരാറുണ്ട്. ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഇനി വരാൻ പോകുന്ന 10th ലെവൽ പരീക്ഷകൾക്ക് ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ ആ രീതിയിൽ മുൻ വർഷ ചോദ്യങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള അടിസ്ഥാനപരമായ യൂണിറ്റുകളെയാണ് നമ്മൾ ആദ്യം പറയുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേത് ലെങ്ത് ആണ്. ലെങ്ത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ, സ്മോൾ ലെറ്റർ എമ്മിലാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഇനി മാസ് എന്ന് പറയുമ്പോൾ കിലോഗ്രാം ആണ് അതിൻ്റെ യൂണിറ്റ്. ഈ യൂണിറ്റ് എന്ന് നമ്മൾ പറയുന്നത് സിസ്റ്റം ഇൻ്റർനാഷണൽ അഥവാ SI യൂണിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് ടൈം എന്ന് പറയുമ്പം സെക്കൻഡാണ് അതിൻ്റെ യൂണിറ്റ്. ഏരിയ മീറ്റർ സ്ക്വയർ ആണ്. വോളിയത്തിൻ്റേത് മീറ്റർ ക്യൂബാണ്. ഡെൻസിറ്റിയുടേത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. വെലോസിറ്റിയുടേത് മീറ്റർ പെർ സെക്കൻഡ്. ആക്സിലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതിൻ്റെ അകത്ത് 2 തരത്തിലുള്ള യൂണിറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ലെങ്ത്ത്, മാസ്, ടൈം എന്നൊക്കെ പറയുന്നത് ബേസിക് യൂണിറ്റുകളാണ്. അതായത് നമുക്ക് മറ്റൊന്നിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ കഴിയില്ലാത്ത യൂണിറ്റുകളാണ് ലെങ്ത്തും മാസും ടൈമും ഒക്കെ. പക്ഷേ ഏരിയ, വോളിയം, ഡെൻസിറ്റി, വെലോസിറ്റി, ആക്സിലറേഷൻ എല്ലാം അതതിൻ്റെ ഫോർമുല വെച്ചിട്ട് നമ്മൾ മറ്റൊരു യൂണിറ്റിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ്. അതല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ യൂണിറ്റുകളുടെ ഒരു സമ്മിശ്രമാണ് ഈ പറയുന്ന രണ്ടാമത്തെ സെറ്റ് ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ബേസിക് ലെവലിൽ അത്തരം ഒരു ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റണം. അതിന് വേണ്ടിയിട്ട് പറഞ്ഞാണേ. ഇനി അടുത്തത് ഫോഴ്സ് ആണ്. ഫോഴ്സിൻ്റേത് ന്യൂട്ടൺ ആണ്. മൊമെൻറ്റം ആണെന്നുണ്ടെങ്കിൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇമ്പൾസ് ന്യൂട്ടൺ സെക്കൻഡ്. വർക്ക് ജൂൾ. എനർജിയുടേതും ജൂൾ തന്നെയാണ്. പവർ എന്ന് പറയുമ്പോൾ അതിൻ്റെ യൂണിറ്റ് വാട്ടാണ്. പ്രഷറിൻ്റേതാണെങ്കിൽ പാസ്കലാണ്. ടോർക്ക് എന്ന് പറയുന്നതും അതും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. പക്ഷെ അത് എനിക്ക് 10th ലെവലിലൊന്നും ചോദിക്കാൻ സാധ്യതയില്ലായിരിക്കും. പക്ഷേ ഡിഗ്രി ലെവലിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു യൂണിറ്റ് തന്നെയാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ. ഇനി അടുത്ത് ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസിയുടേത് ഹെർട്സ് ആണ്. പിന്നെ ഒരു കാര്യം ഇവിടെ ആഡ് ഓൺ ചെയ്യട്ടെ. നമുക്കൊരു ചോദ്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് നമുക്കതിൻ്റെ യൂണിറ്റ് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് എന്തായാലും നമ്മൾ അറിയണം. അതല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ അറിയാമെങ്കിലും ഈ പറയുന്നത് ഓരോന്നും കാണാണ്ട് പഠിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഡയറക്റ്റ് ഇക്വേഷനിൽ നിന്ന് തന്നെ യൂണിറ്റ് ഡിറൈവ് ചെയ്തെടുക്കാം. നമ്മൾ +1 പഠിക്കുന്നതുമാണ് ഇതൊക്കെ തന്നെ. ഓക്കെ, അങ്ങനെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മൊമെൻറ്റത്തിൻ്റെ നമുക്ക് അറിയത്തില്ല. മൊമെൻറ്റം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത് ഓർക്കാൻ പ്രയാസമാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം P=mv ആണ്. അതായത് മൊമെൻറ്റം എന്ന് പറയുന്ന അതിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് P ആണ്. P=mv ആണ്. അതായത് മാസിൻ്റെ വെലോസിറ്റി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊമെൻറ്റം കിട്ടും. അപ്പം മാസിൻ്റേത് കിലോഗ്രാം ആണെന്നും വെലോസിറ്റിയുടേത് മീറ്റർ പെർ സെക്കൻഡ് ആണെന്നും നമുക്കറിയാമെങ്കിൽ നമുക്ക് എളുപ്പം ഇതിനകത്തേക്ക് എത്താനായിട്ട് പറ്റും. ഇനി നമ്മൾ പറയുന്നത് നമുക്ക് 10th ലെവൽ എക്സാമിനൊന്നും ആവശ്യമായിട്ട് വരാനുള്ള സാധ്യത കാണുന്നില്ല. ഇനി ഡിഗ്രി ലെവൽ എക്സാമിലേക്കൊക്കെ നോക്കുന്ന ആളുകൾക്കായിരിക്കും അത് കുറച്ചുകൂടി ഉപകാരപ്രദമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് കിടക്കുകയാണെങ്കിൽ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്ന ഭാഗത്തു നിന്നും ചോദിക്കാൻ സാധ്യതയുള്ളത് ടെമ്പറേച്ചറിൻ്റേത് നമുക്കറിയാം. അത് ബേസിക് യൂണിറ്റ് ആണ്, കെൽവിൻ. SI സിസ്റ്റത്തിൽ ബേസിക് യൂണിറ്റിൽ വരുന്നതാണ് ടെമ്പറേച്ചർ, അത് കെൽവിൻ ആണ്. പിന്നെ ഹീറ്റിൻ്റേതാണ്. ഹീറ്റിൻ്റേത് ജൂളാണ്. ഹീറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫോം ഓഫ് എനർജി. അതുകൊണ്ട് തന്നെ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. ഇനി സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ചോദിച്ചാൽ അതിൻ്റെ യൂണിറ്റ് ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ എന്നുള്ളതാണ്. ഹീറ്റ് കപ്പാസിറ്റി ആണെന്നുണ്ടെങ്കിൽ ജൂൾ പെർ കെൽവിൻ. ലേറ്റൻറ്റ് ഹീറ്റ് ആണെങ്കിൽ ജൂൾ പെർ കിലോഗ്രാം. ഇനി അടുത്തത് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഭാഗത്തു നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ആണ്. കറൻറ്റ് ആംപിയർ ആണ്. ചാർജ് കൂളോംബ്. വോൾട്ടേജ് വോൾട്ട്. റെസിസ്റ്റൻസ് ഓം. റെസിസ്റ്റിവിറ്റി ഓം മീറ്റർ. കണ്ടക്റ്റൻസ് സീമെൻസ്. കണ്ടക്റ്റിവിറ്റി സീമെൻസ് പെർ മീറ്റർ. കപ്പാസിറ്റൻസും ഇൻഡക്റ്റൻസും കൂടി ഈ ഭാഗത്ത് നമ്മൾ ഓർത്ത് വെച്ചേക്കണം. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫാരഡ് ആണ്. ഇൻഡക്റ്റൻസിൻ്റെ ആണെങ്കിൽ ഹെൻറി ആണ്. മാഗ്നറ്റിസം എന്ന ഭാഗത്തു നിന്ന് ചോദിക്കാവുന്നത് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ആംപിയർ പെർ മീറ്റർ. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ടെസ്ല. മാഗ്നറ്റിക് ഫ്ലക്സ് വെബർ. മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ആംപിയർ മീറ്റർ സ്ക്വയർ. മാഗ്നറ്റൈസേഷൻ
ആംബിയർ പെർ മീറ്റർ. അതായത് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് ചോദിച്ചാലും മാഗ്നറ്റൈസേഷൻ എന്ന് ചോദിച്ചാലും അതിൻ്റെ രണ്ടിൻ്റെയും യൂണിറ്റ് ആംബിയർ പെർ മീറ്റർ ആണ്. ഒപ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് വേവ് ലെങ്ത്ത്. വേവ് ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്ററാണ്. ഫോക്കൽ ലെങ്ത്ത് എന്ന് പറഞ്ഞാലും അതിൻ്റെ യൂണിറ്റും മീറ്റർ തന്നെയാണ്. പവർ ഓഫ് ലെൻസ് ഡയോപ്റ്റർ, അത് നമുക്ക് ബേസിക് ലെവൽ, അതായത് 10th ലെവലിലൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് പവർ ഓഫ് ലെൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം, മേ ബി ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമായിട്ട് എനിക്ക് തോന്നിയത് കാരണം കൊണ്ട് ഉൾപ്പെടുത്തിയാണ്. റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ബെക്വറലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഏകദേശം അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഈ മേഖലയിൽ നിന്ന് നമുക്ക് ചോദിക്കുന്ന എല്ലാ തന്നെ ചോദ്യങ്ങളും നമുക്ക് ഡിഗ്രി ലെവലിൽ വരെയുള്ളതിലും നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള SI സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് മാത്രം പഠിച്ചാൽ പോരെ എന്ന് ചോദിച്ചാൽ മതി. 10ാം ക്ലാസ് ലെവൽ പരീക്ഷകൾക്കൊക്കെ അത് മതിയാകും. പക്ഷേ കുറച്ചുകൂടി ഉയർന്ന ഡിഗ്രി തലത്തിലുള്ള പരീക്ഷകൾ കൂടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു ഇത് 2022 ജൂനിയർ അസിസ്റ്റൻ്റ് ഒരു കാഷ്യർ അസിസ്റ്റൻ്റ് ജൂനിയർ എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് ഡിഗ്രി ലെവൽ മെയിൻ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ദ യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം ആംപിയർ പെർ മീറ്റർ ആണ് കേട്ടോ. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരെണ്ണം തന്നെയാണത്, ആംപിയർ പെർ മീറ്റർ. ഓക്കെ, അപ്പം ഈ ലെവലിൽ വേണം നമുക്ക് ഡിഗ്രി ലെവലിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അത്തരം പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ പഠിക്കാനായിട്ട്. ഓക്കെ.